ഇടവക പള്ളിയിൽ ഇടയ്ക്കൊക്കെ വരാറുള്ള NRI തലക്കനമുള്ള ആ പെൺകൊച്ചിനെ നാട്ടിലെ ഇടിവെട്ട് ചക്കന്മാരൊക്കെ ഇടങ്ങണ്ണിട്ട് നോക്കാറുണ്ടായിരുന്നെങ്കിലും ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുന്ന സോജിത മേരി തങ്കച്ചന്റെ കടുകെട്ടി ഇംഗ്ലീഷ് കേട്ടിട്ട് ആരും അടുത്തേക്ക് പോലും പോയില്ല. നാട്ടിലൊരു കല്യാണത്തിൽ വെച്ച് സ്പൂണും ഫോർക്കും ഇല്ലാതെ ചോറ് വാരി തിന്നാൻ പാടുപെടുന്ന അവളെ കണ്ടിട്ട് അന്ന് പുച്ഛത്തോടെ മുഖം തിരിഞ്ഞിരുന്നൊരു പയ്യനുണ്ട്, ഡിനു ഡാനി വർഗീസ് എന്ന ഈ കഥയിലെ നായകൻ. പിന്നീട് കുറെ നാൾ അവളെ പള്ളിയിലേക്ക് കാണാതായതോടെ അവനൊരു കൗതുകത്തിന് തിരിക്കേപ്പ് അറിഞ്ഞു പെണ്ണ് കുവൈറ്റിന് തിരിച്ചു പോയി എന്ന്. വർഷങ്ങൾക്ക് ശേഷം സോജിത നാട്ടിൽ തിരിച്ചെത്തി പള്ളിയിലെ യുവജന സഖ്യത്തിൽ വന്നെത്തി. അവന്റെ കൂട്ടുകാരോടൊക്കെ അവൾ കൂട്ടായെങ്കിലും ജാട വിടാതെ അവളെ അവൻ കൂട്ടാക്കിയതില്ല. ഒരു നാൾ പള്ളിയിൽ നിന്ന് പിള്ളേരൊക്കെ തുള്ളിക്കളിച്ചൊരു ട്രിപ്പിന് പോയപ്പോൾ അവനും അവളും മിണ്ടാനിടയായി. അവളുടെ ജാടയൊക്കെ വെറും പാട പോലാണെന്ന് അവനും അവൻ കൂട്ടുകൂടാൻ പറ്റിയ ആളാണെന്ന് അവളും തിരിച്ചറിഞ്ഞു. പള്ളി കൂട്ടായ്മയ്ക്ക് പുറത്തേക്ക് അവരുടെ സൗഹൃദം വളർന്നപ്പോൾ സമ്മാനങ്ങൾ കൈമാറാനും അവർ മറന്നില്ല. അങ്ങനെ അവൻ കൊടുത്തൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അവൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായി മാറി. വർഷങ്ങൾക്ക് ശേഷം ജോലിയായി രണ്ടാളും രണ്ടിടത്തായെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ പള്ളിയിലെ സൗഹൃദം വള്ളി പോലെ വളർത്തിയിരുന്നു. രണ്ടാൾക്കും വീട്ടിൽ കല്യാണാലോചനകൾ മുറുകിയപ്പോൾ മാട്രിമോണിയിൽ നല്ല പടങ്ങളിടാനും നല്ല പങ്കാളിയെ കണ്ടെത്താനും ഇരുവരും പരസ്പരം സഹായിച്ചുകൊണ്ടിരുന്നു. അവൻ തിരഞ്ഞെടുക്കുന്ന പെണ്ണിനെയൊന്നും അവൾക്കും ഇഷ്ടപ്പെട്ടില്ല, അവൾ കണ്ടെത്തുന്ന ചെക്കനെയൊന്നും അവനും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴൊന്നും രണ്ടിന്റെയും ട്യൂബിലേറ്റ് കത്തിയതേയില്ല. അവർക്ക് ചേരുന്നവർ അവർ തന്നെയാണെന്ന് മനസ്സിലായതേയില്ല. അവസാനം സഹികെട്ട് മാട്രിമോണി അൽഗോരിതം തന്നെ അവന് മാച്ചായി അവളെ സജസ്റ്റ് ചെയ്തപ്പോൾ അവൻ അതിശയമായി ഉറക്കം പാടെ പോയി. മടിച്ചാണെങ്കിലും അവൻ അവളോട് തുറന്നു ചോദിച്ചപ്പോൾ മറുപടി കേട്ട് അവൻ ആകെ ഞെട്ടി. കെട്ടാൻ ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കടാ. പ്രണയമുണ്ടായിട്ടും അത് പ്രണയമാണെന്നറിയാത്ത ആ കളിക്കൂട്ടുകാരെ ഇനിയെങ്കിലും പ്രണയിക്കട്ടെ എന്ന് ആഗ്രഹിച്ച വീട്ടുകാർ കട്ടയ്ക്ക് നിന്നവരെ കെട്ടിക്കാൻ ഇറങ്ങി. അങ്ങനെ ഈ വരുന്ന ജൂലൈ 7 വിധി പോലെ അവരുടെ വിവാഹം നടക്കും. ഏവരും കാര്യമായി ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. ഹാപ്പി വെഡിങ്, ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.